നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള കൃതിയാണ് അഗ്നിസാക്ഷി എന്നുള്ള നോവല്. ലളിതാംബിക അന്തർജനം അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട് എങ്കിലും ഒരേ ഒരു നോവലേ അവരുടെ ജീവിതത്തിൽ അവർ എഴുതിയിട്ടുള്ളൂ. അതാണ് അഗ്നിസാക്ഷി എന്നുള്ള ഈ ഒരു നോവൽ. അതും അവരുടെ 67ാമത്തെ വയസ്സിലാണ് ഈ ഒരു നോവൽ എഴുതുന്നത്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ അനേകം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ നോവലാണ് അഗ്നിസാക്ഷി. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അഗ്നിസാക്ഷി എന്നുള്ള ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരേ ഒരു നോവലാണ്. അപ്പോൾ ഈ പുസ്തകം ആമസോൺ വഴിയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാങ്ങി വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ വായിക്കാനുള്ള സമയം മറ്റും ലഭിക്കാത്തത് കൊണ്ട് അങ്ങ് നീണ്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും അതിനുള്ളൊരവസരം വന്നു ചേർന്നപ്പോൾ അത് വായിച്ചു. അപ്പോൾ പുസ്തകം ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പുസ്തകത്തിൻ്റെ മുൻവശം വരുന്നത്. ഇത് പുസ്തകത്തിൻ്റെ പുറകുവശം. എഴുത്തുകാരിയുടെ ചിത്രവും ചെറിയൊരു നോട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ കവർ ഡിസൈനും മറ്റും ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കവർ പേജ് നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രിൻറ്റിങ് ക്വാളിറ്റി മികച്ചതാണ്. പേപ്പറുകളൊന്നും വിട്ടു നിൽക്കുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ അകത്തുള്ള പേപ്പറുമെല്ലാം ക്വാളിറ്റി വൈസിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും എല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു പുസ്തകം ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ്, ഒറിജിനലായിട്ടുള്ള പുസ്തകം പുറത്തു വന്നിട്ടുള്ളത് 1976 ഈ ഒരു പുസ്തകം DC ബുക്സ് കോട്ടയം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. DC ബുക്സ് ആദ്യമായിട്ടത് പബ്ലിഷ് ചെയ്യുന്നത് 2010 ഇത് 2020 22ാമത്തെ പതിപ്പാണ്. ഇതിൽ ഏകദേശം 108ഓളം പേജുകളാണുള്ളത്. 108 പേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വളരെയധികം ഷോർട്ടായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു നോവലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് വായിച്ച് തീർക്കാൻ കഴിയുന്നൊരു നോവലാണ്. പക്ഷേ അങ്ങനെ വളരെയധികം പെട്ടെന്ന് വായിച്ച് തീർക്കരുത്, വളരെ സ്ലോയിൽ വായിക്കേണ്ട ഒരു നോവലാണിത്. അതുപോലെ ഇതിൻ്റെ വില ഇത് കൊടുത്തിരിക്കുന്നത് 120 രൂപയാണ്. വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, കാരണം ഞാൻ വാങ്ങിയിട്ടിപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ നോവലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനിതിലെ കഥാപാത്രങ്ങളെ പറ്റി ആദ്യം ഒന്ന് പറയാം. ഇതിൽ അത്ര അധികം കഥാപാത്രങ്ങളൊന്നുമില്ല, ഒട്ടനേകം കഥാപാത്രങ്ങളൊന്നുമില്ല. വളരെ കുറച്ചാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മീഡിയം അളവിലാണ് കഥാപാത്രങ്ങളുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളെ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ പല പ്രധാന കഥാപാത്രങ്ങൾക്കും ഒന്നിൽ കൂടുതൽ പേരുകളുണ്ട്. ഒന്നിൽ കൂടുതൽ പേരുകളിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇവരുടെ ഒറിജിനൽ പേരുകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ദേവകി എന്നുള്ളൊരു കഥാപാത്രം. ദേവകി എന്നത് ഈ നോവലിനകത്ത് തന്നെയുള്ള ഉണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയാണ്. ഇവർക്ക് ദേവകി എന്നുള്ള പേരല്ലാതെ വേറെ പല പേരുകളും കാണുന്നുണ്ട് നോവലിനകത്ത്. പിന്നെയുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് ലക്ഷ്മി എന്ന കഥാപാത്രം. അവർ കൂടുതലും തങ്കം എന്നുള്ള പേരിലാണ് നോവലിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ലക്ഷ്മി എന്നുള്ളതാണ്. അത് അഫൻ നമ്പൂതിരി എന്നുള്ള നോവലിനകത്തുള്ളൊരു കഥാപാത്രത്തിൻ്റെ മകളായിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെയുള്ളത് ഉണ്ണി എന്ന കഥാപാത്രം, ഞാൻ മേലെ സൂചിപ്പിച്ച ദേവകിയുടെ ഭർത്താവും അതുപോലെ തന്നെ അഫൻ നമ്പൂതിരി എന്ന കഥാപാത്രത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുമാണ് ഈ ഉണ്ണി എന്ന കഥാപാത്രം. പിന്നെയുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ ഈ സൂചിപ്പിച്ച അഫൻ നമ്പൂതിരിയാണ്. അഫൻ നമ്പൂതിരി അമ്മാളുകുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തങ്കം അല്ലെങ്കിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തിൻ്റെ അപ്പനാണ്. പിന്നെയുള്ളൊരു കഥാപാത്രം അമ്മാളുകുട്ടി പറഞ്ഞു. അഫൻ നമ്പൂതിരിയുടെ ഭാര്യയും അതുപോലെ തന്നെ തങ്കം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയുമായിട്ടുള്ള കഥാപാത്രമാണ് അമ്മാളുകുട്ടി. പിന്നെയുള്ളൊരു കഥാപാത്രം കുട്ടൻ നമ്പൂതിരി എന്ന കഥാപാത്രം ഈ ദേവകി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ, അതായത് ഉണ്ണിയുടെ ഭാര്യയുടെ സഹോദരനാണ്. ദേവകിയുടെ സഹോദരനായിട്ടുള്ള കഥാപാത്രമാണ് കുട്ടൻ നമ്പൂതിരി എന്നുള്ള കഥാപാത്രം.
അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഒരു നോവലിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ ആയിട്ട് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവരെ കൂടാതെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടി നോവലിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോവലിൽ മൊത്തം 18 അധ്യായങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 18 അധ്യായങ്ങൾക്കും 18 തലക്കെട്ടുകൾ എഴുത്തുകാരി നൽകിയിട്ടുണ്ട്. അധ്യായങ്ങൾക്ക് ചേർന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ നോവൽ മൊത്തത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഒരു നമ്പൂതിരി കുടുംബം, അതുപോലെ തന്നെ ആ നമ്പൂതിരി കുടുംബത്തിനകത്തുള്ള ചില നായർ കുടുംബത്തിലുള്ള അംഗങ്ങൾ. അപ്പോൾ ആ ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ചില സംഗതികൾ, ആ സംഗതികളിലൂടെ പിന്നീടുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ ഒക്കെയാണ് ഈ നോവലിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ എഴുത്തുകാരി, അതായത് അന്തർജനം, ആ ഒരു കാലഘട്ടത്തിലേക്ക് നോവലിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി നായർ വിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു ജാതിപരമായിട്ടുള്ള വേർതിരിവും അതുപോലെ തന്നെ മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെയുള്ള യഥാസ്ഥിതികത, അന്ധവിശ്വാസപരമായിട്ടുള്ള സംഗതികളിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ, അതിൽ നിന്ന് മാറാനായിട്ട് ഉള്ള ഒരു ത്വരയില്ലായ്മ, മറ്റ് ചില കഥാപാത്രങ്ങളിലൂടെ ആ പ്രശ്നങ്ങളെ മാറ്റിമറിക്കാനും പരിഷ്കരണത്തിനും വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ഈ നായർ സമൂഹത്തിലെ ആ ഒരു സമുദായത്തിലെ സ്ത്രീകൾ, അവിടെ വിവാഹം കഴിക്കപ്പെട്ടു വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പുരുഷാധിപത്യത്തിൻ്റെ അതിപ്രസരണം കൊണ്ട് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. മാനമ്പള്ളി മന എന്നുള്ളൊരു വീടുണ്ട്. മാനമ്പള്ളി മന എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലമാണല്ലോ വീട്. അത് അഫൻ നമ്പൂതിരി എന്ന കഥാപാത്രത്തിൻ്റെ തറവാടാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായിട്ടുള്ള ഉണ്ണിയും അതുപോലെ ഭാര്യയും പിന്നെ വേറെ 1-2 കഥാപാത്രങ്ങളൊക്കെ താമസിക്കുന്നത്. അവിടേക്ക് നമ്മുടെ ദേവകിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരികയാണ് ഉണ്ണി. പക്ഷെ ദേവകി വളരെ ഭർത്താവുമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം, കുറച്ചൊക്കെ സ്വാതന്ത്ര്യം വേണം, അങ്ങനെ നോർമലായിട്ടുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഉണ്ണി എന്ന് പറയുന്നത് ഈ പണ്ടത്തെ ആ ഒരു യഥാസ്ഥിതികമായിട്ടുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമം അത് ചെയ്യുക, വേദങ്ങളിൽ ഇങ്ങനെ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ആ ഒരു പണ്ടത്തെ എഴുതി വച്ചിട്ടുള്ള രീതിയിൽ, ആ വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള രീതിയിൽ ജീവിതം നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന ആളാണ് ഉണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ദേവകി എന്ന കഥാപാത്രത്തിന് അവിടം ഒരു ശ്വാസം മുട്ടുന്ന ഒരു ഹോളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഗുഹയ്ക്കകത്ത് പെട്ടുപോയതുപോലെ, രക്ഷപ്പെടാനും കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ പിന്നീട് അവിടെ നിന്നും ഇത്തരത്തിലുള്ള ഈ ഒരു ആവലാതികൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവിടെ നിന്നും പോകുന്ന ദേവകിയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും പോയതിന് ശേഷം പിന്നീട് ദേവകിയുടെ ജീവിതത്തിലുണ്ടാകുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, അവിടെയൊക്കെയാണ് ഈ പറയുന്ന ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സന്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നുണ്ട്. അതേസമയത്ത് ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രം പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്, യഥാസ്ഥിതികമായിട്ടുള്ള ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ അഫൻ നമ്പൂതിരി എന്നുള്ള കഥാപാത്രവും ഒരു പുരുഷാധിപത്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ പുള്ളിയിലൂടെ ജാതീയപരമായിട്ടുള്ള വ്യത്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അമ്മാളുകുട്ടി എന്ന കഥാപാത്രം, അതുപോലെ തന്നെ തങ്കം എന്ന കഥാപാത്രം, അവരൊക്കെ തന്നെ നായർ ആണല്ലോ. ഇപ്പോൾ അമ്മാളുകുട്ടി നായരാണ്. അമ്മാളുകുട്ടിക്കും അഫൻ നമ്പൂതിരി നമ്പൂതിരിയാണ്. അഫൻ നമ്പൂതിരിക്ക് ഉണ്ടാകുന്ന മകൾ നായർ. അതെന്താണ് ലോജിക്ക് എന്നതിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ജാതി തിരിവ്, ഈ നായർ നമ്പൂതിരി വിഭാഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന ജാതി തിരിവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് സൂചിപ്പിക്കുന്നത് ഈ കുട്ടൻ നമ്പൂതിരി എന്ന കഥാപാത്രം, ദേവകി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സഹോദരനായിട്ടുള്ള കഥാപാത്രം വിപ്ലവാത്മകമായിട്ടുള്ള പരിഷ്കരണപരമായിട്ടുള്ള സംഗതികളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. അതായത് ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും മനുഷ്യൻ മുക്തനാകണം, അതുപോലെ തന്നെ ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ പാടില്ല തുടങ്ങിയിട്ടുള്ള മതപരിഷ്കരണപരമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണപരമായിട്ടുള്ള സംഗതികളിൽ ഏർപ്പെടുന്ന
ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ജീവിതം അത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ആ ഒരു രീതിയിൽ അങ്ങ് പോവുകയാണ്. ദേവകിയുടെ കഥാപാത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ദേവകി എന്ന കഥാപാത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ പല കഥാപാത്രങ്ങളെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്നുകൊണ്ട് അന്നത്തെ സമൂഹത്തിലെ നായർ കുടുംബങ്ങളിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടികളും മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, യാഥാസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, വിപ്ലവാത്മകമായിട്ടുള്ള പരിഷ്കരണപരമായിട്ടുള്ള സംഗതികളൊക്കെ തന്നെ വിവരിച്ചിരിക്കുന്ന ഒരു നോവലാണിത്. ശേഷം നമ്മൾ കാണുന്നത് ഒരു അനുബന്ധമാണ്. അനുബന്ധത്തിനകത്ത് ലളിതാംബിക അന്തർജനം നോവലിൻ്റെ പിറവിയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞു 67ാമത്തെ വയസ്സിലാണ് എഴുത്തുകാരി ഈ ഒരു നോവൽ എഴുതുന്നത്. അവരുടെ ഒരേ ഒരു നോവലാണിത്. വേറെ കഥകളും ആത്മകഥയും മറ്റ് കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ബാലസാഹിത്യമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നോവൽ എന്ന് പറയാനായിട്ട് ഈ ഒരു നോവൽ മാത്രമേ ഉള്ളൂ എഴുത്തുകാരിയുടെ വകയായിട്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച്, ഈ നോവലിൻ്റെ പിറവിയെ സംബന്ധിച്ച് ലളിതാംബിക അന്തർജനം എഴുതിയിട്ടുള്ള ഒരു ഒരു വിവരണമാണ് അനുബന്ധത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോവൽ മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാണ് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ. അതിലൊന്നാണ് അവതരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവതരണം ഇഷ്ടപ്പെടാനുള്ള കാരണം അവതരണം മികച്ചതാണ് എന്നുള്ളതാണ്. നമ്മളെ ഈ പഴയ കാലഘട്ടത്തിലെ ഒരു കഥയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും നോവൽ പിടിച്ചിരുത്തുന്നുണ്ട്. ആ പിടിച്ചിരുത്തുന്നത് അതിലെ അവതരണത്തിൻ്റെ മികവാണ് എന്നുള്ളതാണ്. പിന്നെ വികാര തീവ്രത, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദേവകി എന്ന കഥാപാത്രത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും, അതുപോലെ തങ്കം, മറ്റേ ഈ ഉണ്ണി, അഫൻ നമ്പൂതിരി തുടങ്ങിയ പല കഥാപാത്രങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും വിഷമം എന്ന വികാരമാണ് കാണാൻ സാധിക്കുന്നത്. ആ വികാരമെല്ലാം തന്നെ, ആ വികാരങ്ങളെ വളരെ തീവ്രമായിട്ട് അവതരിപ്പിക്കാനായിട്ട് എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട്. വായിച്ചു പോകുമ്പോൾ നമുക്ക് പലയിടങ്ങളിലും ഒരു മാനസികമായിട്ടുള്ള ഒരു വേദന, ഒരു നൊമ്പരം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചതും പിടിച്ചിരുത്തുന്നതും വികാര തീവ്രമായിട്ടുള്ളതുമായിട്ടുള്ള അവതരണമാണ് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ അവതരണമാണ്. അവതരണത്തോടൊപ്പം തന്നെ അതിൻ്റെ സ്ലാങ് നമുക്കറിയാം. ഇത് ഇല്ലത്തിലെ സ്ലാങ് ആയിരിക്കുമല്ലോ. പഴയ നമ്പൂതിരി ഇല്ലങ്ങളിൽ കണ്ടിട്ട് വരുന്ന ഉണ്ണിയെ നമുക്കറിയാമല്ലോ, ഈ അവരുടെ സ്ലാങ് അറിയാമല്ലോ നമ്പൂതിരി വിഭാഗങ്ങളിൽ. ആ സ്ലാങ്ങാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരം ഡയലോഗുകൾ വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ആ സ്ലാങ് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഥാപാത്ര സൃഷ്ടി. ഞാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ളതാണ്. അത്രയ്ക്കും മികച്ച രീതിയിലാണ് കഥാപാത്ര സൃഷ്ടി എഴുത്തുകാരി ഇവിടെ നടത്തിയിരിക്കുന്നത്. അവരുടെ സ്വഭാവ മാറ്റങ്ങളും സ്വഭാവവും ഒക്കെ തന്നെ, അതുപോലെ രൂപവും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഒരു ചൈതന്യമുള്ള കഥാപാത്രങ്ങളെ എഴുത്തുകാരി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വികാര തീവ്രതയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, അതൊരു മെച്ചപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നോവലിൽ സൂചിപ്പിക്കുന്ന പശ്ചാത്തലങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അത് ഒന്ന് മാനമ്പള്ളി മന, ഞാൻ പറഞ്ഞു അഫൻ നമ്പൂതിരിയും കുടുംബവും എല്ലാവരും താമസിക്കുന്ന സ്ഥലം. പിന്നെയുള്ളത് പുതുശ്ശേരി ഇല്ലം ആണ്. പുതുശ്ശേരി ഇല്ലം നേരത്തെ സൂചിപ്പിച്ച കുട്ടൻ നമ്പൂതിരി ദേവകി എന്ന കഥാപാത്രത്തിൻ്റെ സഹോദരനാണ്. പുള്ളിയുടെ തറവാടാണ് ഈ പറയുന്ന പുതുശ്ശേരി ഇല്ലം. പിന്നെയുള്ളത് ഒരു ചെങ്ങനാട്ടമ്പലം എന്ന് പറയുന്നൊരു ക്ഷേത്രമാണ്. ഇവരെല്ലാവരും പോകുന്നൊരു ക്ഷേത്രം. പിന്നെ ഗംഗാ നദിയുടെ തീരത്തുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സന്യാസികളും അവരുടെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഗംഗയും ഗംഗയുടെ തീരവും. പിന്നെ ഡൽഹി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിലെ പ്രധാന പശ്ചാത്തലമായിട്ട് ഈ നോവലിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫുട് നോട്ട്സ്. നമുക്ക് അധികം പരിചിതമല്ലാത്ത സംഗതികളെക്കുറിച്ച് ഉള്ളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി നൽകുന്ന ഈ ഫുട് നോട്ട്സ് നോവലിൽ പുസ്തകത്തിനകത്തുണ്ട്. അത് വളരെ നന്നായിട്ട് തോന്നി. പക്ഷേ അത് വളരെ കുറച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി പല കാര്യങ്ങളും ഇതിനകത്ത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും പഴയ ആ കാര്യങ്ങൾ, ആ ഒരു പണ്ടത്തെ വാക്കുകളൊക്കെ തന്നെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ ചിലതൊക്കെ പിടികിട്ടുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. അടുത്ത പതിപ്പിലും ഫുട് നോട്ട്സ് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ
ലളിതാംബിക അന്തർജനത്തിൻ്റെ അവരുടെ 67ാമത്തെ വയസ്സിൽ എഴുതിയ ഒരേ ഒരു നോവലായിട്ടുള്ള സാമൂഹിക നോവലായ അഗ്നിസാക്ഷി എന്നുള്ള നോവൽ എൻ്റെ അഭിപ്രായത്തിൽ മേലെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എന്നെ വളരെയധികം സംതൃപ്തനാക്കിയിട്ടുള്ള ഒരു വായന ആസ്വാദന നൽകിയിട്ടുള്ള ഒരു അടിപൊളി നോവലാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു നോവൽ നിങ്ങൾ വായിക്കണം, എല്ലാവരും വായിച്ചു നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വായനക്കാരായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു പുസ്തകം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മികച്ച പുസ്തകമാണ്. ഈ പുസ്തകം വാങ്ങി സൂക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിപ്പീറ്റ് റീഡിങ്, വീണ്ടും വായിക്കാനുള്ളൊരു ഇത് ഈ നോവൽ നൽകും. ഞാൻ ആദ്യത്തെ കുറേ ഭാഗം വായിച്ചു പോയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പിന്നെ വീണ്ടും ഒന്നേന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ചില ക്യാരക്ടേഴ്സിൻ്റെ ബന്ധങ്ങളും പേരുകളൊക്കെ പിടികിട്ടാത്തതുകൊണ്ട് മറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വായിച്ചു നോക്കാവുന്ന, വളരെ സ്ലോയിൽ പതുക്കെ അലിയിച്ചിറക്കി ആസ്വദിക്കാവുന്ന ഒരു നോവലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്നുള്ള നോവൽ. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമയം വളരെയധികം പരിമിതമാണ്. മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹമുണ്ട്, പല പുസ്തകങ്ങളും വായിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ വായിക്കാൻ സമയം കിട്ടുന്ന അവസരത്തിൽ ഇനിയും പുസ്തകങ്ങൾ വായിക്കാം. അതിൻ്റെയൊക്കെ റിവ്യൂകൾ വരും നാളുകളിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു പുസ്തകത്തിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.